ഒരു മാസ് പടം കണ്ടുകൊണ്ടിരിക്കുന്ന ഫീലോടുകൂടി അധികം രാഷ്ട്രീയമായിട്ട് വലിയ അടുപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും വളരെ എന്താ പറയുന്നത് ഒരു ഗൂസ് ബംസ് മൂമെന്റ്സ് ഒക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു സത്യപ്രതിജ്ഞ ഇന്നലെ നമ്മളെല്ലാവരും കണ്ടത്. ഞാൻ പറഞ്ഞു വരുന്ന ആരെ പറ്റിയാണ് എന്തിനെ പറ്റിയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. അതെ, നമ്മുടെ വിജയ് അണ്ണനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിട്ടുള്ള TVK പാർട്ടിയെ പറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഈ പാർട്ടി എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ അധികാരത്തിലേക്ക് വന്നത്, അതിൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം വെൽക്കം ടു ദ ചാനൽ. സത്യം പറയാലോ, ഇന്നലെ ശരിക്കും പറഞ്ഞാൽ TV ഓഫ് ചെയ്യാൻ തോന്നിയിട്ടില്ല. കാരണം അത്രത്തോളം ഒരു ഓറ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സത്യപ്രതിജ്ഞ ഞാൻ എൻ്റെ ജീവിതത്തിൽ വേറെ ശരിക്കും കണ്ടിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബാഹുബലി സൈന്യാധിപനായിട്ട് സ്ഥാനാരോഹണം ചെയ്യുമല്ലോ, ആ സമയത്ത് എന്താണോ നമ്മൾ ആ ഒരു മൂവിക്കകത്ത് കണ്ട ആ സെയിം സാധനമാണ് ഇന്നലെ റിയൽ ലൈഫിനകത്ത് കണ്ടത്. അപ്പോൾ അത്രത്തോളം ഒരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് വിജയ് നടത്തിയിട്ടുള്ള ഒരു പ്രസംഗമുണ്ട്. സത്യം പറയാലോ, സത്യം പറഞ്ഞ് കോരിത്തരിച്ചു പോകുന്ന പ്രസംഗമാണ് അത്. അതിനകത്ത് അവരുടെ വിഷൻ അദ്ദേഹം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള കറപ്ഷൻ മൈൻഡഡ് ആയിട്ടാണ് ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ വിട്ടുപൊക്കോ. കാരണം ഇനി മുന്നോട്ട് ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറപ്ഷൻ ലെസ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. സോ അതിനിടയിൽ നിങ്ങൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ യു ഹാവ് ടു ബി പണിഷ്ഡ് എന്നുള്ളൊരു സാധനം പുള്ളി കറക്റ്റായിട്ട്, അതായത് എന്താ പറയുന്നത്, നീട്ടിയും കുറുക്കിയും അല്ലെങ്കിൽ സർക്കാസ്റ്റിക് ആയിട്ടൊന്നുമല്ല, ഡയറക്റ്റ് ടു ദ പബ്ലിക് പുള്ളി കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം പൊളിറ്റിക്സിനകത്തൊക്കെ കുറച്ച് താല്പര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അടിമയൊന്നുമല്ല കേട്ടോ. പക്ഷേ എനിക്ക് പൊളിറ്റിക്സ് ഇഷ്ടമാണ്, എനിക്ക് എൻ്റേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ കേരള പൊളിറ്റിക്സ് ആണെങ്കിലും അത്യാവശ്യം ഇന്ത്യൻ പൊളിറ്റിക്സും ഒക്കെ ഒന്ന് നിരീക്ഷിക്കാറുണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഞാൻ നോക്കിയ ഒരു പൊളിറ്റിക്സാണ് ഈ TVK എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു പൊളിറ്റിക്സ്. അപ്പം എനിക്കതിനകത്ത് മനസ്സിലായ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ശരിക്കും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. മേ ബി നിങ്ങൾക്കും അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. തമിഴ് വെട്രി ഘടകം വിജയ് ഫൗണ്ടറായിട്ടുള്ള ഈ ഒരു പാർട്ടി രൂപീകൃതമാകുന്നത് എനിക്ക് തോന്നുന്നു ഫെബ്രുവരി 2, 2024 പക്ഷെ അതിനും കാലങ്ങൾ എത്രയോ മുമ്പ് വിജയുടെ ഫാൻസ് അസോസിയേഷനും അവർ അനുബന്ധിച്ച് നടത്തുന്ന ഈ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ കാലങ്ങൾക്ക് മുമ്പേ ഇവർ തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. ശരിക്കും അന്ന് ബാക്കിയുള്ളവർക്ക് ആർക്കും ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് വരത്തില്ല എന്ന് ഉള്ള ഒരു കൺസെപ്റ്റിലാണ് പോയിരുന്നെങ്കിലും ശ്രീ വിജയ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് നല്ല വിഷൻ ഉണ്ടായിരുന്നു. കാരണം പൊളിറ്റിക്സിലേക്ക് ഒരു എൻട്രി വേണമെങ്കിൽ അതിനൊരു പാർട്ടി വേണം. അപ്പോൾ ആ പാർട്ടി എന്താ പറയുന്നത്, ഒരു സുപ്രഭാതത്തിൽ ഒരു പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു സിനിമയിലൊന്നും കാണുന്ന പോലെ ഒരു പൊളിറ്റിക്സിനകത്തോട്ട് റിയൽ ലൈഫിൽ ചെന്ന് കയറാനായിട്ട് പറ്റത്തില്ല. അപ്പം അതിൻ്റേതായിട്ടൊരു ബേസ് വേണം. സോ അദ്ദേഹം നല്ല രീതിയിൽ ആ ഒരു ബേസ് തമിഴ്നാട്ടിൽ ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു 10 വർഷം തൊട്ട് ഇങ്ങോട്ടുള്ള വിജയുടെ സിനിമകളെല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ അതിനകത്ത് പലപ്പോഴും പുള്ളിയെ ട്രോളായിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രക്ഷകനാണ്. എല്ലാവരുടെയും രക്ഷകനായിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാ സിനിമകളും ഇപ്പം എന്താ പറയുന്നത്, ഇപ്പം ഈ മെർസല്, അതുപോലെ കുറേ പടങ്ങളൊന്നും ഞാൻ ഓർക്കുന്നില്ല. മെർസല്, എന്തോ സർക്കാർ നിരോധിച്ച ഒരു പടം ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്താ, സർക്കാരിന് തന്നെയാണെന്ന് തോന്നുന്നത്. അപ്പം അങ്ങനെ കുറേ പടങ്ങൾ, ഇതിനകത്തെല്ലാം പുള്ളിയുടെ പൊളിറ്റിക്സ് നല്ല വ്യക്തമായിട്ട് പറയുകയും അതോടൊപ്പം തന്നെ ഒരു രക്ഷകൻ എന്നുള്ളൊരു പരിവേഷം. ഇപ്പം നമ്മൾ തന്നെയാണെങ്കിലും വിജയ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വിജയുടെ ഒരു പടം എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ യെസ്, ഒരു സേവിയർ അല്ലെങ്കിൽ ഒരു രക്ഷകൻ വരുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നു. അത് മനഃപൂർവ്വം അദ്ദേഹം ക്രിയേറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തമായിട്ടുള്ള പൊളിറ്റിക്സ് നമുക്കറിയാം. പല പടങ്ങളും വിജയുടെ പല പടങ്ങളും നിരോധിച്ചിട്ട് വരെയുണ്ട്. അപ്പം അതിനകത്ത് ശരിക്കും റൂളിംഗ് പാർട്ടി അല്ലെങ്കിൽ റൂളിംഗ് ഗവൺമെൻറ്റിനെ നല്ല രീതിയിലുള്ള വിമർശനങ്ങളും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എന്താ പറയുന്നത്, അവർക്ക് പണിയാകും എന്ന് തോന്നിയിട്ടുള്ളത് കൊണ്ടായിരിക്കണമല്ലോ അവരത് നിരോധിച്ചിട്ടുള്ളത്. എന്തായാലും ഗവൺമെൻറ് അണ്ണൻ്റെ പടങ്ങൾ നിരോധിച്ചപ്പോൾ അണ്ണൻ തന്നെ ഒരു ഗവൺമെൻറ് ആയിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. വളരെ നല്ല കാര്യം.
പിന്നെ ഈ പലരും വിജയ്ക്ക് എതിരായിട്ട് പറയുന്ന ഒരു ഏറ്റവും വലിയ വിമർശനം എന്ന് പറഞ്ഞാൽ വിജയ്ക്ക് രാഷ്ട്രീയ പാരമ്പര്യമില്ല. സോ അതുകൊണ്ട് ഈ ഒരു ഗവൺമെന്റ് അധികം കാലം മുന്നോട്ട് പോവുകയില്ല. ഇന്നലെ ഒരു പാർട്ടിയുടെ ഒരു പ്രമുഖ പാർട്ടി, എനിക്ക് തോന്നുന്നത് DMK ആണെന്ന് തോന്നുന്നു, DMK ആണോ ADMK ആണോ, അതിന്റെ ആരോ ഒരു ലേഡി വന്നിട്ട് അവർ പറയുന്നത് 2 വർഷത്തേക്കുള്ളിൽ ഗവൺമെന്റ് തികക്കുകയില്ലെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ എനിക്ക് ബേസിക്കലി അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും എന്താ പറയുന്നത് കാര്യങ്ങൾ വളരെ ബ്രില്യൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഒരു മനുഷ്യന് ഈ ഗവൺമെന്റ് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള പ്ലാനും അദ്ദേഹം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ പറയുന്നതിനകത്തൊന്നും വലിയ കാര്യമില്ല. പിന്നെ രാഷ്ട്രീയ പാരമ്പര്യം, ശരിക്കും എന്താണ് ഈ രാഷ്ട്രീയ പാരമ്പര്യം, അല്ലെങ്കിൽ ഇവർ എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? ഇപ്പം ഒരു സ്ഥലത്ത് ഒരാൾ MLA അല്ലെങ്കിൽ മന്ത്രിയായിട്ട് നിന്ന വ്യക്തി മരിക്കുന്നു, ഉടനെ അയാളുടെ കുടുംബത്തിലുള്ള ഒരു മകനെയോ അല്ലെങ്കിൽ മകളെയോ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി നിർത്തി അയാളെ ജയിപ്പിച്ച് MLA ആക്കി മന്ത്രിയാക്കി പോകുന്നതിനെയാണോ ഈ രാഷ്ട്രീയ പാരമ്പര്യം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി വിജയ്ക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതെന്നൊക്കെ പറയില്ലേ, ആ ഒരു ലൈനാണ് അണ്ണൻ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു പാർട്ടി, ഈ ഒരു ഗവൺമെന്റ് പെട്ടെന്നൊന്നും താഴേക്ക് പോകും എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹം, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഓൾറെഡി ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് എന്താ പറയുന്നത് CM അല്ലെങ്കിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ പവറിലേക്ക് വരുമെന്ന് ഒരു മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യന് ഈ ഒരു ഗവൺമെന്റ് എങ്ങനെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നും ഓൾറെഡി അദ്ദേഹം ഒരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് പെട്ടെന്നൊന്നും ഈ ഗവൺമെന്റ് താഴെ പോകും എന്നൊക്കെയുള്ള വ്യാമോഹത്തിൽ ഇരിക്കുന്നവരോട് എനിക്ക് തോന്നുന്നത് അത് നടക്കാനായിട്ട് സാധ്യത കുറവാണ്. VK ഞാൻ പറഞ്ഞല്ലോ 2024 ഇതൊരു പാർട്ടിയായിട്ട് രൂപീകൃതമാകുന്നത്. അത് പാർട്ടിയായിട്ട് രൂപീകൃതമായിട്ട് അവരാദ്യം ഓടിപ്പോയിട്ട് ഇലക്ഷന് നിൽക്കുകയല്ല ചെയ്തത്. അവർ ചെയ്തുകൊണ്ടിരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് അന്ന് ശരിക്കും എന്താ പറയുന്നത്, മീഡിയ അറ്റൻഷൻ ഒന്നും ഇല്ലാതെയാണ് അവർ ചാരിറ്റി പ്രവർത്തനങ്ങൾ വിജയ് ഫാൻസ് എന്നുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവരത് കുറച്ച് മീഡിയ അറ്റൻഷനോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി. സോ ജനങ്ങളിലേക്ക് ഈ സാധനം എത്താനായിട്ട് തുടങ്ങി. വിജയ് ഇങ്ങനെ ഒരു പാർട്ടി തുടങ്ങിയിട്ടുണ്ട്, അവർ ഇന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. സോ ആ ഒരു പോയിന്റിൽ തന്നെ അവർ ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു സ്പാർക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇയാൾ വന്നാൽ അല്ലെങ്കിൽ ഈ പാർട്ടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു രക്ഷ ഉണ്ടാകുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഇട്ട് കൊടുക്കുകയാണ്. അത് ഒരു ജനങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അത്ര എന്താ പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. ഇവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ രക്ഷപ്പെടുമോ, അല്ലെങ്കിൽ ഇവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ലൈഫ് കുറച്ചും കൂടെ ബെറ്റർ ആകുമോ എന്ന് നമുക്ക് തോന്നിക്കുക അല്ലെങ്കിൽ ജനങ്ങൾക്ക് തോന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. അത് തോന്നിക്കാനായിട്ട് ഇവർക്ക് ആ ഒരു എന്താ പറയുക സ്റ്റാർട്ടിങ് പീരീഡിൽ തന്നെ സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ലോക്കൽ ബോഡി ഇലക്ഷനുകളിൽ ഇവർ നിന്നു, കുറേ പേരൊക്കെ ജയിച്ചു, കുറച്ച് ഏരിയാസൊക്കെ ഇവർക്ക് സീറ്റുകളൊക്കെ ഇവർക്ക് പിടിക്കാനായിട്ട് സാധിച്ചു. സോ ഇതൊരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു, വിജയ് ചെയ്ത ഒരു ടെസ്റ്റ് ഡോസാണ്. അപ്പോൾ ആ ടെസ്റ്റ് ഡോസിന് അവർ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് അവർക്ക് കിട്ടി. സോ അടുത്ത മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷനാണ്, അസംബ്ലി ഇലക്ഷനാണ്. സോ അസംബ്ലി ഇലക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കിന് ഒരു സെപ്റ്റംബർ 2025 ആ ടൈമോടുകൂടി, അതായത് ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് തൊട്ടാണ് വിജയ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഫിസിക്കലി ഈ ഒരു ഇതിലേക്ക് പൊതു മധ്യത്തിലേക്ക് ഫിസിക്കലി ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് പുള്ളി ഇറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു എൻട്രി വളരെ നിസ്സാരമായിട്ട് കണ്ടിരുന്ന DMKക്കും ADMKക്കും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അട്ടിപതറിപ്പോയ ഒരു ഇലക്ഷൻ കൂടി ആയിപ്പോയത്. കാരണം എനിക്ക് തോന്നുന്നു വളരെ നിസ്സാരമായിട്ടാണ് കണ്ടിരുന്നത്. കാരണം ഇതിനു മുമ്പും കുറേ സിനിമാ താരങ്ങൾ വന്നിട്ടുണ്ട്, ക്ലച്ച് പിടിക്കാതെ തമിഴ് പൊളിറ്റിക്സിൽ അടിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ആ ഒരു രീതിയിലാണ് ഇവർ ഇതിനെയും കണ്ടിരുന്നത്. പക്ഷെ അണ്ണൻ വേറെ ലെവലിൽ ബേസ് തൊട്ട് പുള്ളി നല്ല രീതിയിൽ കെട്ടി പൊക്കിക്കൊണ്ട് വന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിച്ച ഒരു രീതിയിലേക്ക് ഇത് പോയിട്ടില്ല. അതൊരു മെയിൻ കാരണമാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഈ തമിഴ്നാട്ടിലെ ഒരു ജനങ്ങളുടെ ഒരു പൊതുവെ ഉള്ളൊരു മനസ്ഥിതി
നമുക്കറിയാലോ കാരണം അവർ ജീവിച്ച സാഹചര്യം അല്ലെങ്കിൽ അവർ വളർന്നത് അങ്ങനത്തെ ഒരു ഇതാണ്. ഇപ്പോൾ ഒരു ബിരിയാണിയും ഒരു 500 രൂപയും അല്ലെങ്കിൽ ഒരു പട്ടുസാരിയും കൊടുത്തു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും വോട്ട് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്ന് വിജയ് എന്ന് പറയുന്ന വ്യക്തി വന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും കഴിഞ്ഞപ്പോഴത്തേക്കിന് നിങ്ങൾ ബിരിയാണി തന്നാലും ഞങ്ങൾ മേടിക്കും, 500 രൂപ തന്നാലും ഞങ്ങൾ മേടിക്കും, പട്ടുസാരി തന്നാലും ഞങ്ങൾ മേടിക്കും, പക്ഷെ വോട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഞങ്ങൾ ചെയ്യും എന്ന് പറയുന്ന ഇതൊക്കെ ചെയ്യുമെന്ന് പറയുന്ന ഒരു ഇതിലേക്ക്, അതായത് ഈ ഉപയോഗിക്കുന്ന പൈസ മൊത്തം ഞങ്ങളായ ജനങ്ങളിൽ നിന്ന് നിങ്ങൾ എടുത്തിട്ട് ഞങ്ങൾക്ക് തരുന്നതാണ്. സോ അത് നിങ്ങൾ തരുന്ന ഔദാര്യമല്ല, മറിച്ച് അതൊരു അവകാശമാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാനായിട്ട് ഈ വിജയ്ക്ക് നന്നായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത്രയൊക്കെ സംഭവിച്ചിട്ടുണ്ടോയെന്ന്. പക്ഷെ ഇത് കറക്റ്റായിട്ട് വീക്ഷിച്ചവർക്ക് അല്ലെങ്കിൽ വിജയുടെ ഓരോ പ്രസംഗങ്ങളും ഓരോ വാക്കുകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ പാർട്ടിയുടെ സ്ലോഗൻ എനിക്ക് തോന്നുന്നു ഓൾ ആർ ഈക്വൽ ബൈ ബർത്ത് എന്നൊരർത്ഥം വരുന്ന രീതിയിലാണ് ഇവരുടെ പാർട്ടി സ്ലോഗൻസ്. അതുപോലെ തന്നെ ഇവരുടെ ഐഡിയോളജി സോഷ്യൽ ജസ്റ്റിസ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെ എല്ലാം സമത്വം എന്നുള്ളൊരു ഇതിന് എന്താ പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് എൻ്റെ പേഴ്സണലുള്ളൊരു പെർസ്പെക്റ്റീവാണ് ഞാൻ പറയുന്നത്. ഏകദേശം കമ്മ്യൂണിസവും ഒക്കെ ആയിട്ട് കുറച്ച് അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഐഡിയോളജീസ് ആണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. TVK കയറിയത് കൊണ്ട് വേറെ കുറേ അനുബന്ധ സംഭവങ്ങളും കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്നൊരു പാർട്ടി ശരിക്കും എന്താ പറയുന്നത് കൂടെ നിന്നിട്ട് അധികാരം കണ്ടപ്പോഴത്തേക്ക് ഇപ്പുറത്തേക്ക് ചാടിപ്പോയ ഒരു പാർട്ടി എന്നുള്ള ഒരു ലേബലിലേക്ക് അവർ വരികയും ഓൺ ദ സെയിം ടൈം CPI CPM എന്ന് പറയുന്ന പാർട്ടികൾ എന്താ പറയുന്നത് ഇവരുടെ മെയിൻ ശത്രു BJP ആണല്ലോ. അപ്പം അവരെ എൻറ്റർ ചെയ്യിക്കാതിരിക്കാനായിട്ട് യാതൊരു ക്യാബിനറ്റ് പദവിയും ആവശ്യപ്പെടാതെ ഈ സ്റ്റാലിൻ എന്ന് പറയുന്ന വ്യക്തിയോട് അല്ലെങ്കിൽ DMKയോട് കൂടി ആലോചിച്ചതിന് ശേഷം ഒരു ഗവൺമെന്റ് രൂപീകരിക്കാനായിട്ട് മാത്രം വിജയ്ക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് ഇടതുപക്ഷ പാർട്ടികൾ വന്നതോടുകൂടി ഇടതുപക്ഷത്തിന്റെ ഒരു ഇമേജും വളരെ നന്നായിട്ട് ബൂസ്റ്റ് ആയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി TVKയുടെ എൻട്രിയും അതുപോലെ തന്നെ അവരുടെ എക്സിക്യൂഷനും ഒക്കെ ഇതുവരെ വളരെ കറക്റ്റായിട്ട് അവരുദ്ദേശിച്ച അല്ലെങ്കിൽ ശ്രീ ജോസഫ് വിജയ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉദ്ദേശിച്ച രീതിയിൽ അവർക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനും അതിൻ്റെ ഫലമായിട്ട് വളരെ മികച്ച ഒരു ഭൂരിപക്ഷത്തോടു കൂടി അല്ലെങ്കിൽ സീറ്റുകളോടുകൂടി അവർക്ക് അധികാരത്തിലേക്ക് വരുവാനും സാധിച്ചിട്ടുണ്ട്. ഇനി അവർക്ക് ബാക്കിയുള്ളൊരു കടമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിലേക്ക് കിട്ടിയ ഈ അധികാരം കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വിജയുടെ പ്രസംഗത്തിനകത്ത് വിജയ് ശരിക്കും എന്താണ് അവരുടെ ഗവൺമെൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇതുവരെ തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരുന്ന സീൻ നമ്മൾ തന്നെ ഒന്ന് ജസ്റ്റ് ആലോചിച്ചാൽ മതി. കേരളത്തിനേക്കാളും എത്രയോ ശതമാനം ഇൻഡസ്ട്രികളും അതുപോലെയുള്ള മറ്റുള്ള കാര്യങ്ങളിലും വരുമാനത്തിലും ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് തമിഴ്നാട് പറയുന്നത്. പക്ഷെ സ്റ്റിൽ അവിടെ ആൾക്കാർ പട്ടിണിയുണ്ട് അല്ലെങ്കിൽ തൊഴിലില്ലായ്മയുണ്ട്. അതുകൊണ്ട് അവർ മറ്റുള്ള സ്റ്റേറ്റുകളിലേക്ക് വന്ന് ജോലി ചെയ്യുന്ന അവസ്ഥയുണ്ട്. അപ്പം ഇത്രയും ഫാർ ബെറ്റർ ആയിട്ട് നിന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് പോലും അവിടുത്തെ ജനങ്ങളിലേക്ക് കറക്റ്റായിട്ട് എന്താ പറയുക അലോക്കേഷൻസ് ഗവൺമെന്റിന്റെ പദ്ധതികൾ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അലോക്കേഷൻസ് എത്തുന്നില്ല. അപ്പൊ അതെല്ലാം ശരിക്കും എന്താ പറയുന്നത് വിജയ് മുന്നോട്ട് വെച്ച് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് അത്തരം ഒരു അവബോധം എത്തിച്ചതിന്റെ ഒരു പരിണിത ഫലമാണ് ഇവർക്ക് കിട്ടിയ ഒരു വമ്പിച്ച വിജയം എന്ന് പറയുന്നത്. സോ ഇനിയുള്ളത് ബാക്കിയുള്ള ഗവൺമെന്റൽ എക്സിക്യൂഷനാണ്. അത് വളരെ നല്ല രീതിയിൽ നടക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ എന്താ പറയുന്നത് സ്ഥിരമായ നായകന്മാരും ഇല്ല, സ്ഥിരമായ വില്ലന്മാരും ഇല്ലല്ലോ. അപ്പം എന്തായിരിക്കും അവസ്ഥ? ഇനിയിപ്പം നായകൻ വില്ലനാകുമോ അല്ലെങ്കിൽ വില്ലന്മാർ നായകന്മാരായി മാറുമോ? ഇതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം. എന്ന് നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോയിലൊന്ന് കമൻ്റായിട്ട് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പം ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഔട്ട്. ബൈ ബൈ.